ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ രാവിലെ റെഡി ആയിട്ട് ഇറങ്ങി. ഇന്ന് നമുക്ക് കാറില്ല, നടന്നു പോകാനുള്ള നിർത്തിയൊക്കെ ഉള്ളൂ. തൊട്ടടുത്ത് നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്താണ് ചെന്നൈ സെൻട്രൽ. അവിടോട്ട് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത്. കാറിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് ചെന്നൈ. പിന്നെ ഇന്ന് നമുക്ക് പ്ലാനൊക്കെ ഫുൾ തെറ്റിയിട്ടുണ്ട് കേട്ടോ. കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മൾ വന്നിരുന്നത്. എല്ലാ സ്ഥലത്തൊക്കെ പോകണം, എവിടെയൊക്കെ പോകണം എന്നുള്ളത്. അതൊക്കെ ഷെഡ്യൂളൊക്കെ തെറ്റി. നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമുക്ക് എത്താൻ പറ്റിയില്ല. അതൊക്കെ ക്യാൻസലായി. പിന്നെ നമുക്ക് റേറ്റൊക്കെ കുറേ പോയി. വേറെ റൂമിലൊക്കെയാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടുന്ന് താമസിക്കുന്ന റൂമിന് ഒരു 5 മിനിറ്റേ ഉള്ളൂ ചെന്നൈ സെൻട്രലിലേക്ക്. പിന്നെ ഇവിടെ ചെന്നൈ സെൻട്രലിൽ ഇവിടെ സ്റ്റാലിൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി ചെയ്തൊരു കാര്യമുണ്ട്. 2 വീലർ പാർക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ ട്രാഫിക് ജംഗ്ഷനിൽ നിൽക്കുമ്പോഴത്തേനും അവർക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പച്ച ഷെഡ് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് വെയിലൊന്നും വരത്തില്ല. അങ്ങനെ ചെയ്യാനായിട്ട് നമുക്കപ്പോൾ ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാം. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് റിപ്പൺ ബിൽഡിംഗ്. പണ്ട് ചെന്നൈ മദ്രാസ് ആയിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ അവർ പണിതിട്ടുണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദി ഫേമസ് ആണ് റിപ്പൺ ബിൽഡിംഗ്. ഇതിപ്പോ ഗ്രേറ്റർ ചെന്നൈയുടെ കോർപ്പറേഷൻ ഓഫീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 115 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണിത്. 1909 ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. 1913 ആയപ്പോഴത്തേനും ബിൽഡിംഗ് ഓപ്പൺ ആയി. നമ്മുടെ ഈ പുറകെ കാണുന്നതാണ് ചെന്നൈ സെൻട്രൽ. ഇവിടെ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മെയിൻ റോഡാണ്. ഒരുപാട് പഴയ ബിൽഡിങ്ങുകളും ഉണ്ട്. ഇതാണ് നമ്മുടെ കോർപ്പറേഷൻ ഓഫീസ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നടന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ രസമുണ്ട്. ഒരുപാട് ചൂടൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു മഴ മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷന്റെ പേര് വരുന്നത് മദ്രാസ് സെൻട്രൽ ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ചെന്നൈ സെൻട്രൽ നൽകി. പിന്നെ ഇപ്പോൾ കുറിച്ചി ചെലയുണ്ട്. MGR സെൻട്രൽ എന്നാണ് ഇപ്പോൾ ഇതിന്റെ കറണ്ട് പേര്. മൊത്തം 12 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് പോകുന്ന വണ്ടികളും ഇങ്ങോട്ട് വരുന്ന വണ്ടികളും ഉള്ളൂ. ഇതൊരു ഡെഡ് എൻഡ് പോലെയാണ്. ഒന്നിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് എൻഡ് ചെയ്യാം. അങ്ങനെ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന പോലെ ഇല്ല. 1873 വെറും 4 പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പ്ലാറ്റ്ഫോമുകൾ ആഡ് ഓൺ ആയി വന്നതാണ്. കറന്റ് 12 പ്ലാറ്റ്ഫോം ആണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് നമ്മുടെ ചെന്നൈ സെൻട്രലാണ്. പ്ലാറ്റ്ഫോമുകളൊക്കെ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. അതുകൊണ്ട് 10 രൂപയ്ക്ക് തന്നെ നമുക്ക് ഷട്ടിൽ വണ്ടികളുണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ടും എക്സിറ്റിലേക്ക് പോകാനായിട്ടും. ഇനി നമ്മൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആവാൻ പോവാണ്. ഫ്രഷ് ആയിട്ട് നമുക്കിനി നേരെ പോകാനുള്ളത് നമ്മുടെ വണ്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുവാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട്. പോലീസ് സ്റ്റേഷനുള്ളത് ഒരു ഓണം കയറാൻ മൂലയിലായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റ് പോലും ഇല്ല നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. വിശന്നിട്ടാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു. പിന്നെ നമ്മൾ SRMന്റെ ക്യാൻറ്റീനിൽ പോയിട്ട് വെജ് റൈസ് പോലത്തെ ഒരു ഫുഡ് ഐറ്റം ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ടേസ്റ്റി ഒക്കെ ആയിരുന്നു. സോസൊക്കെ ഒഴിച്ച് അവർ സെറ്റ് ചെയ്ത് തന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞാനും നന്ദുവും കൂടെ കുറച്ച് നേരം കോളേജൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു. ഫൈനലി നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തി. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു സാറുമാരൊക്കെ വരാനായിട്ട്. അവർ ഫുഡ് കഴിക്കാനൊക്കെ പോയേക്കുമായിരുന്നു. നമ്മൾ ആ സമയത്ത് നമ്മുടെ വണ്ടിയുടെ പരുവൊക്കെ പോയി നോക്കി. വളരെ പരിതാപകരമായിരുന്നു. നമുക്ക് വിഷമം വന്ന് കണ്ടിട്ട്. പ്രേതാലയത്തിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കുന്ന ആത്മാവിനെ പോലെ ഞങ്ങളുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. വണ്ടിയുടെ ബമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇളകി കിടക്കുകയാണ്. ഒരു വിധത്തിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇതും കൊണ്ട് എങ്ങനെ നാട്ടിൽ പോകുമോ എന്തോ. ഞാനും അബിയും കൂടെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നന്ദു ജസ്റ്റ് വണ്ടി എന്തെങ്കിലും വള്ളി വെച്ചൊന്ന് കെട്ടി വലിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചോര ഒലിച്ച് നിൽക്കുന്ന നന്ദുവിനെയാണ് കാണുന്നത്. വാഷ്റൂമിൽ പോയപ്പോഴത്തേനും തെന്നി വീണതാണ്. തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലുള്ളതുകൊണ്ട് അവിടോട്ട് പെട്ടെന്ന് കൊണ്ടുപോയി. തല ഇടിച്ചാണ് വീണത്. അതുകൊണ്ട് തന്നെ തല സ്കാൻ ചെയ്യണമായിരുന്നു. പിന്നെ കാലും ഇടിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്തു. അത് രണ്ടും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നെറ്റിൽ നല്ല ആഴത്തിലൊരു മുറിവുണ്ടായിരുന്നു. 6 സ്റ്റിച്ചിട്ടിട്ടാണ് നമുക്ക് എല്ലാം ക്ലിയർ ആക്കി തന്നത്. അങ്ങനെ രാത്രി എല്ലാം കഴിഞ്ഞ് നല്ല ഇരുട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ പേഷ്യന്റിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് കിട്ടിയേക്കുന്നത്. സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, ട്രിപ്പ് ഇട്ടൊരു സിഗ്നലും ഉണ്ട്. ആക്കരയാണ്, സംസാരിക്കാൻ പറ്റില്ല. സ്റ്റിച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട്. വയ്യാതിരിക്കുവാണ്. ഞാൻ തിരിച്ചു വരും ഗൈസ്. ഞാൻ തിരിച്ചു വരും. വരും മിണ്ടാതിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പേഷ്യൻറ്റിന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല ടയേർഡായിരുന്നു പേഷ്യൻറ്റും കൂടെ ഉള്ളവരും. അങ്ങനെ നമ്മൾ ഗീത കഫേയിൽ നിന്ന് കുട്ടി ഇഡ്ഡലിയൊക്കെ കഴിച്ച് സെറ്റായിട്ട് വീണ്ടും എൻജോയ് ചെയ്ത് തുടങ്ങി.
അടുത്ത ദിവസം വീണ്ടും ഞങ്ങൾ വണ്ടിയുടെ കാര്യത്തിന് ഇറങ്ങി. ഇതിപ്പോൾ ട്രിപ്പ് വന്നിട്ട് വണ്ടിയുടെ കുറേ നടക്കലായിരുന്നു ഞങ്ങളുടെ പരിപാടി. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ വണ്ടി നമുക്ക് കേരളത്തിൽ എത്തിക്കണമായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഹുണ്ടായി ഷോറൂമിൽ നമ്മൾ കൊണ്ടുപോയി. അത് ഫുൾ കെട്ടി വെച്ചേക്കുന്ന ആയതുകൊണ്ട് അവർ ആ കെട്ടൊക്കെ മാറ്റിയിട്ട് സ്ക്രൂ ഒക്കെ ഇട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കി തന്നു. അപ്പോൾ നമുക്ക് നാട്ടിലോട്ട് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ പയ്യെ വന്നാൽ മതി, സേഫായിട്ട് ഇവിടെ എത്താമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ വണ്ടി സെറ്റാക്കി നമ്മൾ ലാസ്റ്റ് നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ബാക്കി വീഡിയോസ് നമ്മൾ എവിടെ പോയെന്നൊക്കെ ഉള്ളത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി നോക്കുക. ബൈ.